നമ്മളിൽ പലരും ന്യൂ ഇയർ ആകുമ്പോൾ ഒരുപാട് തീരുമാനങ്ങൾ എടുക്കും അല്ലേ, ഒരുപാട് ചേഞ്ചസ് ലൈഫിൽ വരുത്തണമെന്ന് കരുതും. പക്ഷേ അതിലൊന്നുപോലും നമ്മൾ പ്രാക്ടിക്കലാക്കാറില്ല. അടുത്ത വർഷം, അതായത് 2025 എങ്ങനെ നല്ലൊരു ടോപ്പർ ആവാനുള്ള ഗോൾസ് സെറ്റ് ചെയ്യാമെന്ന് നോക്കാം. നിങ്ങൾ ഇത്രയും നാളെടുത്ത തീരുമാനങ്ങൾ പോലെ ആയിരിക്കത്തില്ല. ഇത് പ്രോപ്പറായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളൊരു 10 ഗോൾസ് സെറ്റ് ചെയ്യുകയാണെങ്കിൽ ഒരു 5 എണ്ണമെങ്കിലും നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ കഴിയും. ടോപ്പർ ആവണമെങ്കിൽ നമുക്ക് ആദ്യം എന്ത് വേണം? നല്ലൊരു ആരോഗ്യം ഉണ്ടാവണം അല്ലേ. അപ്പോൾ ഹെൽത്തിന് വേണ്ടിയിട്ടുള്ള ഗോൾസാണ് ആദ്യം സെറ്റ് ചെയ്യേണ്ടത്. ഇങ്ങനെ ഗോൾസൊക്കെ സെറ്റ് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ ചെറിയൊരു ബുക്കോ അതല്ലെങ്കിൽ ഒരു ഡയറിയോ വാങ്ങിക്കുക. ഒരു ചെറിയ ബുക്ക് എടുത്താലും മതി. ആ ബുക്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിലൊക്കെ ഒന്ന് ഡിസൈൻ ചെയ്യുക. കളർ പെന്നൊക്കെ വെച്ചിട്ട് 2025 ടു ഡു ലിസ്റ്റ് എന്നോ ഗോൾസ് എന്നോ അങ്ങനെ എന്തെങ്കിലും നിങ്ങൾ എഴുതുക. എന്നിട്ട് അതിൽ നിങ്ങൾക്ക് ഓരോ കാര്യങ്ങൾ പ്ലാൻ ചെയ്ത് എഴുതാം. അപ്പോൾ ആദ്യം നമ്മൾ പറഞ്ഞ എന്താണ്, ഹെൽത്തിനെ കുറിച്ചിട്ട് ചെയ്യണമെന്നാണ്. 2025 നിങ്ങൾ ഹെൽത്ത് സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ, ദിവസവും നിശ്ചിത സമയം നമ്മൾ വ്യായാമം ചെയ്തിരിക്കണം. കുട്ടികളാണ്, സ്റ്റുഡൻസ് ആണ്, അല്ലെങ്കിൽ നിങ്ങൾ PSCക്ക് പഠിക്കുന്നവരാണെങ്കിലും നിങ്ങൾക്കിപ്പോൾ നല്ല ഹെൽത്ത് ഉണ്ടായിരിക്കും അല്ലേ. നമുക്ക് പ്രത്യേകിച്ച് അസുഖങ്ങളൊന്നും ഉണ്ടാവില്ല. പക്ഷേ അതുകൊണ്ട് നമുക്ക് വ്യായാമം വേണ്ട എന്നൊരു തോന്നലായിരിക്കും പലർക്കും ഉള്ളത്. നേരെ ഓപ്പോസിറ്റാണ്. നിങ്ങൾക്കിപ്പോൾ വണ്ണം ഉണ്ടെങ്കിലും വണ്ണം കുറവാണെങ്കിലും നിങ്ങൾ യങ് ആണെങ്കിലും പ്രായം ഉള്ളവരാണെങ്കിലും നമുക്ക് വ്യായാമം അത്യാവശ്യമാണ്. വ്യായാമം ചെയ്യുമ്പോൾ നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ കൂടുകയാണ് ചെയ്യുന്നത്. ബ്ലഡ് സർക്കുലേഷൻ ബ്രെയിനിലും ബോഡിയുടെ എല്ലാ പാർട്സിലും നന്നായിട്ട് ചെന്നാൽ മാത്രമേ ബുദ്ധിയും ഓർമ്മശക്തിയൊക്കെ നന്നായിട്ട് വർക്ക് ചെയ്യത്തുള്ളൂ. മാത്രവുമല്ല, നല്ല കോൺസെൻട്രേഷനോടുകൂടി പഠിക്കണമെങ്കിലൊക്കെ വ്യായാമം അത്യാവശ്യമാണ്. ദിവസവും നിശ്ചിത സമയം ഉറപ്പായിട്ടും വ്യായാമം ചെയ്യുക. സോ ഒരു 30 മിനിറ്റ് വ്യായാമത്തിന് വേണ്ടിയിട്ട് മാറ്റി വയ്ക്കാം. ആ 30 മിനിറ്റ് എങ്ങനെ യൂസ് ചെയ്യണമെന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാം. 30 മിനിറ്റ് നടക്കാൻ പോകാം, യോഗ ചെയ്യാം, ഡാൻസ് ചെയ്യാം. അത് നിങ്ങളുടെ ഇഷ്ടം. അത് എങ്ങനെയായിരിക്കണം എന്ന് കൂടി എഴുതി വയ്ക്കുക. അപ്പോൾ ഒരേ കാര്യം നമ്മൾ ദിവസം ചെയ്യുമ്പോൾ ചിലപ്പോൾ ബോറടിക്കും. അപ്പോൾ ഡെയിലി നിങ്ങൾ നടക്കാൻ പോകാമെന്നിരിക്കട്ടെ, ഒരാഴ്ച കഴിയുമ്പോൾ നിങ്ങൾ മടി പിടിക്കും. അതുകൊണ്ട് നിങ്ങൾക്കത് മിക്സ് ചെയ്ത് എഴുതാം. ഇപ്പോൾ ഒരാഴ്ച തിങ്കളാഴ്ച നടക്കാൻ പോകുന്നു 30 മിനിറ്റ്, ചൊവ്വാഴ്ച 30 മിനിറ്റ് ഡാൻസ് കളിക്കും, അടുത്ത ബുധനാഴ്ച 30 മിനിറ്റ് യോഗ ചെയ്യും. അങ്ങനെ ഓരോന്നോരോന്ന് മാറ്റി ചെയ്താലും മതി. നമുക്ക് ശരീരത്തിന് എന്തായാലും നല്ല വ്യായാമം കിട്ടണമെന്ന് മാത്രമേ ഉള്ളൂ. നല്ലതുപോലെ ഓർമ്മശക്തിയും ബുദ്ധിശക്തിയൊക്കെ ഉണ്ടാവാൻ നമുക്ക് വേണ്ട മറ്റൊരു ഹെൽത്തി ആയിട്ടുള്ള കാര്യം, ഡെയിലി നിങ്ങളൊരു 2 ബോട്ടിൽ വെള്ളമെങ്കിലും കുടിക്കും എന്ന് തീരുമാനമെടുക്കുക. 2 ബോട്ടിൽ എന്ന് പറയുമ്പോൾ അത് വളരെ കുറവാണ്. സാധാരണ നമ്മൾ വാങ്ങുന്ന ബോട്ടിൽ 1 ലിറ്ററാണ്. അപ്പോൾ അത് 2 ബോട്ടിൽ എന്ന് പറയുമ്പോൾ 2 ലിറ്റർ വെള്ളമേ ചെല്ലുന്നുള്ളൂ. അത്രയെങ്കിലും നിങ്ങൾ കുടിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലും കുടിക്കാത്ത ഒരുപാട് പേരുണ്ട്. നല്ലതുപോലെ ഹൈഡ്രേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ ബ്രെയിൻ നന്നായിട്ട് വർക്ക് ചെയ്യുള്ളൂ. നിങ്ങൾ വെള്ളമൊക്കെ കുടിക്കാതെ പഠിക്കാൻ ഇരുന്ന് കഴിഞ്ഞാൽ പെട്ടെന്ന് ഉറക്കം വരും, പെട്ടെന്ന് ബോറടിക്കും, ക്ഷീണം തോന്നും. അതേസമയം ഡെയിലി നിങ്ങൾ ഈ 2 ബോട്ടിൽ വെള്ളമെങ്കിലും കുടിച്ച് തീർക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ബോഡി എപ്പോഴും ഹൈഡ്രേറ്റ് ആയിട്ടിരിക്കും, ഭയങ്കര എനർജി ആയിരിക്കും നമുക്ക് എപ്പോഴും. ഇനി ഹെൽത്ത് ഗോൾസിൽ ഉൾപ്പെടുത്തേണ്ട അവസാനത്തെ കാര്യമാണ്, ഡെയിലി ഒരു ഫ്രൂട്ട് കഴിക്കും. അത് നിങ്ങൾക്ക് ബനാന കഴിക്കാം, ഓറഞ്ച് കഴിക്കാം, ആപ്പിൾ കഴിക്കാം, ഇതേപോലെ മിക്സ് ചെയ്ത് കഴിക്കാം. ഓരോ ദിവസം ഓരോ ഫ്രൂട്ട് എന്നുള്ള രീതിയിൽ വേണമെങ്കിലും കഴിക്കാം. കുറച്ചും കൂടെ കളർഫുള്ളായിട്ടുള്ള ഫ്രൂട്ട്സ് കഴിക്കുന്നതാണ് നല്ലത്. ഇപ്പോൾ ഡ്രാഗൺ ഫ്രൂട്ട് പലർക്കും ഇഷ്ടമല്ലായിരിക്കും, പക്ഷേ അത് അത്യാവശ്യം ഹെൽത്തി ആയിട്ടുള്ള ഫ്രൂട്ടാണ് ബ്ലഡൊക്കെ ഉണ്ടാവാനായിട്ട്. അപ്പോൾ അത് കഴിക്കാം. അല്ലെങ്കിൽ ഗ്രേപ്സ് വൃത്തിയാക്കിയ ശേഷം കഴിക്കാം, ഓറഞ്ച്. ആൻഡ് ഓരോ ദിവസം ഓരോ ഫ്രൂട്ട് നിശ്ചിത സമയത്ത് കഴിക്കണം. രാത്രി കിടക്കാൻ പോകുമ്പോഴോ രാവിലെ എപ്പോഴെങ്കിലും. കാരണം ഫ്രൂട്ട്സ് നമുക്ക് നിർബന്ധമാണ്. വിറ്റമിൻ സി പോലെയുള്ള ഒരുപാട് വിറ്റമിൻസ് നമ്മുടെ ബ്രെയിനിന് അത്യാവശ്യമാണ്. മെമ്മറി പവർ കൂടാനൊക്കെ ഇങ്ങനത്തെ കാര്യങ്ങൾ ആവശ്യമാണ്. ഇപ്പോൾ ഒരു ദിവസം ഫ്രൂട്ട്സ് കഴിക്കാം, ഒരു ദിവസം ഡ്രൈ ഫ്രൂട്ട് കഴിക്കാം. ആ രീതിയിൽ പോയാലും മതി. അത് നിശ്ചിതമായിട്ടും നിർബന്ധമായിട്ടും ഫുഡിൽ ഉൾപ്പെടുത്തുമെന്ന് കൂടി തീരുമാനമെടുക്കുക. അപ്പോൾ ഈ 3 കാര്യങ്ങളാണ്: ഡെയിലി വ്യായാമം ചെയ്യുക, വെള്ളം കുടിക്കുക, ഫ്രൂട്ട്സ് കഴിക്കുക. ഇനി അടുത്തത് നമ്മൾ പഠിത്തത്തിലേക്കാണ് പോകുന്നത്. സ്റ്റഡി പ്ലാൻ തയ്യാറാക്കുന്നതിന് മുമ്പ് നിങ്ങൾ ആലോചിക്കേണ്ടത്, കഴിഞ്ഞ വർഷം 2024 നിങ്ങൾ എന്തെല്ലാം തെറ്റുകൾ ചെയ്തു, എന്തുകൊണ്ടാണ് നിങ്ങൾ പഠനത്തിൽ പിറകിലേക്ക് പോയത്, അല്ലെങ്കിൽ എന്ത് കാരണങ്ങൾ കൊണ്ടാണ് നിങ്ങൾ കുറച്ചെങ്കിലും മാർക്ക് നേടാൻ കഴിഞ്ഞത്. അങ്ങനെ പോസിറ്റീവും നെഗറ്റീവും അനലൈസ് ചെയ്ത് നോക്കുക. അങ്ങനെ അനലൈസ് ചെയ്ത് നോക്കുമ്പോൾ നിങ്ങളിൽ ഭൂരിപക്ഷം ആളുകൾക്കും വന്നിട്ടുള്ളത് 2 റീസൺസ് ആയിരിക്കും. ഒന്നാമത്തെ റീസൺ ഓവറായിട്ട് ഫോൺ യൂസ് ചെയ്യുന്നത്. രണ്ടാമത്തെ റീസൺ പഠിക്കാൻ ബുക്ക് എടുക്കുമ്പോൾ ഉറക്കം വരുന്നത്. ഈ 2 റീസൺ കൊണ്ടായിരിക്കും നിങ്ങൾ കൂടുതൽ പേരും പഠനം ഉഴപ്പിയിട്ടുണ്ടാവുന്നത്. ഇനി കുറച്ച് ആളുകൾ കുറച്ചെങ്കിലും ഇമ്പ്രൂവ് ആയിട്ടുണ്ടാവും. അപ്പോൾ ആ ഇമ്പ്രൂവ് ആവാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്ത ശീലങ്ങൾ ഏതാണെന്നും കൂടി എഴുതി വയ്ക്കുക. ഒരു പേപ്പർ എടുക്കുക, നിങ്ങളുടെ നെഗറ്റീവും പോസിറ്റീവുമായിട്ട് ഈ കഴിഞ്ഞ വർഷം നടന്ന കാര്യങ്ങളൊക്കെ ഒന്ന് എഴുതി വയ്ക്കുക.
ഇതിൽ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് മോചനം കിട്ടിയാൽ മാത്രമേ ഇനിയും നിങ്ങൾക്ക് ഇമ്പ്രൂവ് ആവാൻ പറ്റുകയുള്ളൂ എന്ന് മനസ്സിലാക്കുക. അതേപോലെ നിങ്ങൾക്ക് മാർക്ക് കിട്ടാൻ ഹെൽപ്പ് ചെയ്ത കുറച്ച് കാര്യങ്ങളുണ്ടാവും. നിങ്ങൾ ചിലപ്പോൾ രാവിലെ എഴുന്നേറ്റ് പഠിച്ചിട്ടുണ്ടാവും, പഠിക്കുന്ന സമയത്ത് ഫോൺ മാറ്റി വെച്ചിട്ടുണ്ടാവും, അങ്ങനത്തെ കുറച്ച് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ എഴുതിയിട്ടുണ്ടല്ലോ. അപ്പോൾ അത് വീണ്ടും വീണ്ടും കുറച്ചും കൂടി ഇമ്പ്രൂവ് ചെയ്തുകൊണ്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പഠനത്തിൽ ഒരുപാട് പുരോഗതി ഉണ്ടാവുന്നതായിരിക്കും. ഇനി സ്റ്റഡി പ്ലാൻ തയ്യാറാക്കണം. നമ്മൾ ഒരു വർഷത്തേക്കുള്ള സ്റ്റഡി പ്ലാൻ തയ്യാറാക്കുമ്പോൾ മാസങ്ങൾ ബേസ് ചെയ്ത് വേണം സ്റ്റഡി പ്ലാൻ തയ്യാറാക്കണം. അല്ലാതെ ഓരോ ദിവസവും അല്ല, ജനുവരി 1 ഇത് ചെയ്യും, ജനുവരി 2 ചെയ്യും, അങ്ങനെ ചെയ്യേണ്ട കാര്യമില്ല. ഓരോ മാസവും എന്തെല്ലാം ഫിനിഷ് ചെയ്യും എന്ന് ആലോചിക്കുക. അത് വലിയൊരു ചാർട്ട് പേപ്പറോ അല്ലെങ്കിൽ സ്റ്റഡി പ്ലാൻ ബുക്കിലോ എഴുതി വെക്കുക. അതായത് ജനുവരി മാസം എന്തെല്ലാം ചെയ്യും, ഫെബ്രുവരിയിൽ എന്തെല്ലാം ചെയ്യും. ഓരോ മാസവും ഒരു 10 ടാസ്കിൽ കൂടുതൽ എഴുതാൻ പാടില്ല. ഓവറായാലും നമ്മളത് തിരിഞ്ഞ് നോക്കത്തേയില്ല. 10 ടാസ്ക് ആണെങ്കിൽ നമ്മളൊരു 5 ടാസ്കെങ്കിലും കംപ്ലീറ്റ് ചെയ്യാൻ നോക്കും. അടുത്ത വർഷം നിങ്ങൾക്കൊരു പരീക്ഷയുണ്ടെങ്കിൽ ഓരോ മാസവും ഏതെല്ലാം സബ്ജക്റ്റുകൾ തീർക്കുമെന്ന് എഴുതി വയ്ക്കുക. ഇപ്പോൾ ജനുവരിയിൽ നിങ്ങൾ ഫിസിക്സ് തീർത്തു, അല്ലെങ്കിൽ ഫെബ്രുവരിയിൽ നിങ്ങൾ കെമിസ്ട്രി തീർത്തു, ആ രീതിയിലേക്ക് എഴുതി വയ്ക്കാം. അങ്ങനെ ഒരു വർഷത്തേക്കുള്ള ഗോൾസ് സെറ്റ് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് ദിവസവും സെറ്റ് ചെയ്യാൻ പറ്റുന്നത് ഇത് ഓരോ മാസം എടുത്തിട്ടാണ്. അതിപ്പോൾ എഴുതി വെക്കേണ്ട കാര്യമില്ല. ജനുവരിയിൽ പഠിച്ചു തുടങ്ങുമ്പോൾ ജനുവരി മാസത്തിൽ ഓരോ ദിവസവും എന്തൊക്കെ പഠിക്കണമെന്ന് എഴുതി ടൈം ടേബിൾ തയ്യാറാക്കി പഠിക്കാവുന്നതാണ്. ഇപ്പം നിങ്ങൾ ഒരു വർഷത്തേക്ക് സെറ്റ് ചെയ്യുമ്പോൾ അത് ഈ രീതി മാത്രം ചെയ്താൽ മതി. ഇങ്ങനെ പ്ലാൻസ് എഴുതി വെക്കുമ്പോൾ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ മോട്ടിവേഷൻ തന്നിട്ടുള്ള വാചകങ്ങൾ കൂടി സൈഡിൽ എഴുതി വയ്ക്കുക. അത് വായിക്കുമ്പോൾ വീണ്ടും വീണ്ടും നമുക്ക് ഊർജ്ജം വരണം. ആ രീതിയിലുള്ള വാചകങ്ങൾ ഒത്തിരി ഒന്നും എഴുതരുത്, 1 or 2 മാത്രം എഴുതി വയ്ക്കുക. അതുപോലെ നിങ്ങൾക്ക് മോട്ടിവേഷൻ തന്നിട്ടുള്ള ഏതെങ്കിലും വ്യക്തികൾ, ഇപ്പോൾ APJ അബ്ദുൽ കലാം അല്ലെങ്കിൽ അങ്ങനെയുള്ള ഏതെങ്കിലും വ്യക്തികൾ നിങ്ങൾക്ക് മോട്ടിവേഷൻ തന്നിട്ടുണ്ട്, അവരുടെ ഒരു ഫോട്ടോ കാണുന്നത് പോലും മോട്ടിവേഷൻ ആണെങ്കിൽ ആ ഒരു ഫോട്ടോ പ്രിൻ്റ് എടുത്ത് ചെറുതായിട്ട് ഒട്ടിച്ച് വെക്കുന്നതും നല്ലതാണ്. 2025 നിങ്ങൾ മസ്റ്റായിട്ട് ചെയ്യേണ്ട കാര്യം നിങ്ങൾക്ക് നല്ലൊരു സ്റ്റഡി സ്പേസ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതായത് നിങ്ങളിപ്പോൾ ചിലപ്പോൾ ഡൈനിങ് ടേബിളിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ ഇരുന്ന് പഠിക്കുന്നതായിരിക്കും, അല്ലെങ്കിൽ ഹോസ്റ്റലിലായിരിക്കും. എവിടെയാണെങ്കിലും ഒരു ചെറിയ ടേബിൾ നിങ്ങൾക്കുണ്ടാവുമല്ലോ. ആ ചെറിയ ടേബിൾ നിങ്ങൾ നന്നായിട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കുക. അതേപോലെ ആ ഇരിക്കുന്ന സ്ഥലത്ത് കുറച്ച് വൈറ്റ് പെയിൻ്റ് ഒക്കെ ചെയ്തിട്ട് അവിടെ കുറച്ച് ഗോൾസ് കാര്യങ്ങളൊക്കെ എഴുതി വെക്കുകയോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് പച്ചപ്പ് നൽകുന്ന ഒരു ചെടി വെക്കുകയോ, എന്തെങ്കിലും ഒരു പുതിയൊരു പുതുമ തോന്നുന്ന രീതിയിൽ ഒരു കാര്യം ക്രിയേറ്റ് ചെയ്യുക. അപ്പോൾ പുതുമയുള്ളൊരു സ്ഥലം കാണുമ്പോൾ നമുക്ക് വീണ്ടും വീണ്ടും പഠിക്കാനുള്ളൊരു ഇൻട്രസ്റ്റ് തോന്നുകയാണ്. അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ടോയോ അല്ലെങ്കിൽ ഒരു ചെറിയ ഇൻഡോർ പ്ലാന്റോ എന്തെങ്കിലും വെക്കുക. ഒരു ടേബിളിലാണ് പഠിക്കുന്നതെങ്കിൽ ടേബിളിൽ നല്ലൊരു വൈറ്റ് ഷീറ്റ് വിരിച്ചിട്ട് അതിൽ പഠിക്കാം. അല്ലെങ്കിൽ എഴുതാൻ വേണ്ടിയിട്ട് ഒരു ചെറിയൊരു ബോർഡ് വാങ്ങിക്കാം. അങ്ങനെ എന്തെങ്കിലും പൈസ കുറഞ്ഞ ചിലവിൽ എന്തെങ്കിലും നിങ്ങൾക്കൊന്ന് ഒരു പുതിയൊരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ പഠിക്കാൻ നല്ല ഇൻട്രസ്റ്റ് തോന്നി തുടങ്ങും. അടുത്തത് നിങ്ങൾ ചെയ്യേണ്ടത്, ഇപ്പോൾ നിങ്ങൾ പഠിക്കുന്ന ബുക്കും ടെക്സ്റ്റുകളൊക്കെ നല്ലതായിട്ട് പൊതിഞ്ഞെടുക്കുക എന്നുള്ളതാണ്. അതിന് കളർ പേപ്പറുകളോ മറ്റെന്തെങ്കിലും യൂസ് ചെയ്ത് നന്നായിട്ട് പൊതിഞ്ഞ് അവരെയും പുതിയ ആൾക്കാരാക്കി എടുക്കുക. മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, പഠിക്കാനുള്ള നമ്മുടെ പേനയും പെൻസിലും ഒക്കെ ഒരിക്കലും വലിച്ചു വാരിയിടരുത്. അതൊക്കെ ഒന്ന് കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഒരു മഗ്ഗോ എന്തെങ്കിലും സംഭവം സെറ്റ് ചെയ്തിട്ട് അതിൽ കീപ്പ് ചെയ്യുക. അടുത്ത അത്യാവശ്യം വേണ്ട കാര്യം 2025 കലണ്ടറാണ്. അത് നമ്മുടെ ഹാളിലൊക്കെ ഉണ്ടാവും. എന്നാലും നിങ്ങളുടെ പഠിക്കുന്ന ആ ഒരു സ്ഥലത്ത് അല്ലെങ്കിൽ പഠിക്കുന്ന റൂമിൽ മസ്റ്റായിട്ടും ഉണ്ടാവണം. ഓരോ ദിവസവും എന്തെല്ലാം പഠിച്ചു എന്നുകൂടി ഓരോ ദിവസവും അതിൽ എഴുതി വെക്കാൻ കഴിയും. ഇപ്പം ജനുവരി 1 എന്തൊക്കെ പഠിച്ചു അല്ലെങ്കിൽ ഏത് സബ്ജക്റ്റ് പഠിച്ചു ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് വെക്കുക, പെൻസിൽ കൊണ്ട് മാർക്ക് ചെയ്യുക. അപ്പോൾ ഓരോ ദിവസം ഇങ്ങനെ മാർക്ക് ചെയ്ത് വരുമ്പോൾ ഒരു ദിവസം മാർക്ക് ചെയ്തില്ല, നിങ്ങൾ ഒരു ദിവസം പഠിച്ചില്ല, അപ്പോൾ നിങ്ങൾക്കത് കാണുമ്പോൾ വിഷമം തോന്നും. നിങ്ങൾ നെക്സ്റ്റ് ഡേ ഉറപ്പായിട്ടും പഠിച്ചിരിക്കും. അതുകൊണ്ട് തന്നെ ദിവസവും പഠിക്കുന്ന സബ്ജക്റ്റുകൾ ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് പോവുക. ഇനി നിങ്ങൾ PSCക്ക് പഠിക്കുന്ന വലിയ കുട്ടികളായിരിക്കും. അപ്പോൾ നിങ്ങൾ ഇതൊക്കെ കുഞ്ഞു കുട്ടികൾ ചെയ്യുന്ന കാര്യമല്ലേ ഇത്. പഠിക്കുന്ന കാര്യത്തിൽ കുഞ്ഞു കുട്ടിയാവണമെന്നാണ് എൻ്റെ അഭിപ്രായം. നമ്മൾ എത്ര വയസ്സുണ്ടെങ്കിലും, നമുക്ക് 35 വയസ്സായെങ്കിൽ പോലും അല്ലെങ്കിൽ 30 വയസ്സാണെങ്കിൽ പോലും പഠിക്കുന്ന കാര്യം വരുമ്പോൾ എല്ലാവരും കുഞ്ഞു കുട്ടികളാണ്. കാരണം പഠിക്കുന്ന രീതി എല്ലാവരും ഒരുപോലെയാണല്ലോ. അപ്പോൾ വായിച്ച് പഠിക്കാൻ അല്ലെങ്കിൽ ബൈഹാർട്ട് ചെയ്യുക എന്നുള്ളത് വലിയവരാണെങ്കിലും ചെറിയവരാണെങ്കിലും ഒരു കാര്യമാണ് ചെയ്യുന്നത്. സോ ആ ഒരു പഠിക്കുന്ന അറ്റ്മോസ്ഫിയർ റെഡിയാക്കി എടുക്കണമെങ്കിൽ നമ്മൾ കുഞ്ഞു കുട്ടികളെ പോലെ തന്നെ ചിന്തിച്ചു തുടങ്ങണം. അടുത്തത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഉള്ള കാര്യമാണ് പഠിക്കാൻ സമയം സെറ്റ് ചെയ്യുക എന്നുള്ളത്. ഡെയിലി പഠിക്കണം എന്ന് തീരുമാനിച്ചാൽ മാത്രം പോരല്ലോ, പഠിക്കാൻ ഫിക്സഡ് ടൈം വേണം. അപ്പോൾ നിങ്ങളുടെ സമയം എപ്പോഴാണെന്ന് കണ്ടെത്തുക. നിങ്ങൾക്ക് സ്കൂളിൽ പോകാൻ, കോളേജിൽ പോകാൻ, വീട്ടിൽ ജോലി ചെയ്യാൻ ആ സമയങ്ങളെല്ലാം കണ്ടെത്തി എപ്പോഴൊക്കെ ഗ്യാപ്പ് കിട്ടുമെന്ന് നോക്കുക. തീരെ സമയമില്ലെങ്കിൽ രാവിലെ എഴുന്നേൽക്കുന്ന സമയം ഒന്ന് കൂട്ടുക. അതായത് ബാക്കിലേക്ക് കൂട്ടുക, ഒരിക്കലും മുമ്പിലേക്കല്ല. അതായത് ഒരു 5 മണി 4:30 ആ സമയത്തേക്ക് എഴുന്നേൽക്കാൻ വേണ്ടിയിട്ട് ഒരു വർഷത്തേക്ക് ഫോണിൽ അലാം സെറ്റ് ചെയ്തിടുക. അപ്പോൾ അത് ഓട്ടോമാറ്റിക്കലി എന്നും ആ സമയമാകുമ്പോൾ നമുക്ക് എഴുന്നേൽക്കാൻ കഴിയും. അതേപോലെ തന്നെ നിങ്ങൾ ആ ഒരു എപ്പോൾ ഉണരണം, രാവിലെ എത്ര മണിക്കൂർ പഠിക്കണം, വൈകിട്ട് എത്ര മണിക്കൂർ പഠിക്കണം എന്നുകൂടി ഒരു ടൈം ടേബിൾ റെഡിയാക്കി നിങ്ങൾ പഠിക്കുന്ന ടേബിളിൻ്റെ ഫ്രണ്ടിലായിട്ട് ഒട്ടിച്ച് വെക്കുക. ഒട്ടിച്ച് വെച്ചാൽ മാത്രം പോരാ, അത് കണ്ടിന്യൂ ചെയ്ത് പോകണം.
ഞാൻ പറഞ്ഞ ഐഡിയാസ് കൂടാതെ ഇതിലും നല്ല ഐഡിയാസ് നിങ്ങളുടെ മനസ്സിലും ഉണ്ടാകും. അതൊക്കെ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റിയ നല്ലൊരു സമയമാണ് ഈ ഒരു ന്യൂ ഇയർ എന്ന് പറയുന്നത്. ഉറപ്പായും ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ഒരു ബ്രൈറ്റ് ഫ്യൂച്ചർ ഈ വർഷം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ പ്രയത്നിക്കും എന്ന് കൂടി കരുതുന്നു. അപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. ഹാപ്പി ന്യൂ ഇയർ.